ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് സ്നേഹയെ വീട്ടിന് പുറത്തേക്ക് പിടിച്ച് തള്ളിയിരിക്കുകയാണ് സിന്ധു. എന്നിട്ട് പകയോടും വെറുപ്പോടും കൂടി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വീഴ്ചയിലാണെങ്കിൽ സ്നേഹയുടെ കൈ ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ആ സ്ക്രാച്ചോട് കൂടി വേദനയോട് കൂടി കിടക്കുകയാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിയും ഹരിയും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സമയത്ത് സിന്ധു അവളോട് പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി എൻ്റെ ഭർത്താവിന് നേരെ നീ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നിന്നോട് ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. ഇനി മോശമായൊരു തീരുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് നീ കയറി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചിലപ്പോൾ കൊന്നെന്നും വരും. നിന്നെ ഇനി വീടിൻ്റെ അടുത്ത് പോലും കാണാൻ പാടില്ല. എഴുന്നേറ്റ് ഇവിടുന്ന് പോവാൻ നോക്കടി. അപ്പോൾ ഹരിയോ അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും അതേപോലെ തന്നെ ഗിരീഷൊക്കെയാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. വേഗം തന്നെ മഹാലക്ഷ്മി ഓടി വന്നിട്ട് സ്നേഹയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. സ്നേഹ എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പുറത്തു നടക്കുന്ന ബഹളങ്ങളൊക്കെ കേട്ടിട്ട് ഭൈരവി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സിന്ധുവാണ് തട്ടിക്കയറുന്നതെന്നും സ്നേഹയോടാണെന്നും ഒക്കെ ഭൈരവിക്ക് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും ലക്ഷ്മിയാണെങ്കിൽ ദേഷ്യത്തോടെ സ്നേഹയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സിന്ധുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാടി ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ? നീ കുറുക്കു വഴിയിലൂടെ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ്. അത് കേട്ടപ്പോൾ സിന്ധു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇനിയും കുറച്ചു നാളിനകം നീ തന്നെ എല്ലാവർക്കും മുന്നിൽ ചെയ്ത് തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടിപ്പോവേണ്ടവളാണ്. അങ്ങനെയുള്ള നീ എൻ്റെ മകന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന പെണ്ണിന് നേരെ കൈവെക്കുകയാണോ? മര്യാദക്ക് നീ ഇപ്പൊ തന്നെ സ്നേഹയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചോ, അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെയാണ്. മഹാലക്ഷ്മി നല്ല വെറുപ്പോടു കൂടിയാണ് സിന്ധുവിനോട് സംസാരിക്കുന്നത്. സിന്ധു ഒരക്ഷരം പോലും മിണ്ടാതെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷെ താൻ അങ്ങനെ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴേക്കും ഭൈരവി ഇടപെടുന്നുണ്ടായിരുന്നു. എന്ത്, അവളുടെ കാലിൽ സിന്ധു വീഴണമെന്നോ? ആരുടെ കാലിൽ വീഴണമെന്നോ നിങ്ങൾ ഈ പറയുന്നത്? സിന്ധുവിന്റെ ഭർത്താവിന്റെ അടുത്ത് അവളാണ് മോശമായിട്ട് പെരുമാറിയത്. അതുകൊണ്ട് അവൾക്ക് 4 അടി കൊടുത്തിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു തെറ്റുമില്ല. സ്നേഹയെ നോക്കിക്കൊണ്ട് വെറുപ്പോട് കൂടി തന്നെയാണ് ഭൈരവിയും സംസാരിക്കുന്നത്. ഇവളോട് സിന്ധു മാപ്പ് ചോദിക്കണമെന്നോ? എന്നിട്ട് അവള് ഹരിയെ നോക്കുകയാണ്. എന്നിട്ട് പുച്ഛത്തോടെ ഹരിയോട് ചോദിക്കുന്നുണ്ട്, താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് വീട്ടിലുള്ളപ്പോൾ തന്നെ മറ്റൊരുത്തിയെ കയറ്റിയിട്ട് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നതൊക്കെയാണോ നിങ്ങൾ പഠിച്ച പഠിപ്പ്? അത് കേട്ടപ്പോ ഹരി ഭൈരവിയെ നോക്കുവാണ്. അത് കേട്ടപ്പോ ഹരിയാണെങ്കിൽ സ്നേഹയെ നോക്കുന്നുണ്ട്. അവളും ചെറുതായിട്ടൊന്ന് തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം ഹരിയുടെ സമ്മതം ഇല്ലാതെയാണ് അവനെ അവള് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭൈരവിയാണെങ്കിൽ പുച്ഛത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സമ്മതം ഇല്ലാതെയാണോ ഇവളിങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങൾക്ക് തന്നെ ഇത് നാണക്കേടായിട്ട് തോന്നുന്നില്ലേ? ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സിന്ധു ആണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ മഹാലക്ഷ്മി ആണെങ്കിൽ ഭൈരവിയോട് പറയുന്നുണ്ട്, നിർത്തടി, നീ നിന്റെ ചേച്ചിയെ കുറിച്ച് ഇതുവരെ മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവളെ കുറിച്ച് മനസ്സിലാക്കാതെ നീ വെറുതെ ഇങ്ങനെ വായി വന്നത് പറയാൻ നിൽക്കേണ്ട. അവള് ഫ്രോഡാണ്. ഇനി കുറച്ചു നാളിനകം തന്നെ അവള് ചെയ്ത എല്ലാ ചെറ്റത്തരങ്ങളും ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങോട്ട് നോക്ക്, ഇനി ഒരു പ്രാവശ്യം കൂടി എന്റെ ചേച്ചിയെ ഫ്രോഡ് കീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പെരുമാറുന്ന രീതി തന്നെ വേറെ ആയിരിക്കും. അപ്പോഴേക്കും മഹാലക്ഷ്മിക്കും അത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അവര് നല്ല ഗുണ്ടിയെ പോലെ കയറി വന്നിട്ട് ഭൈരവിയോട് ചോദിക്കുകയാണ്, എന്താണ് നീ ചെയ്യുക? ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭൈരവിയും തട്ടക്ക് തന്നെ നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ അത് നിങ്ങളെ കൊണ്ട് സഹിക്കാനാവുന്നതായിരിക്കില്ല. ഭൈരവി പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി മുഖമൊക്കെ പാവത്തിനെ പോലെ ആക്കിയിട്ട് ഹരിയുടെ അടുത്തേക്ക് പോവാണ്. കണ്ടില്ലേടാ ഹരി, കണ്ടില്ലേ ആരോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നീ കേട്ടില്ലേ? ഹരി തിരിഞ്ഞ് ഭൈരവിയെ നോക്കിയ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട്, നോക്ക് ഭൈരവി, ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ്. ആവശ്യമില്ലാതെ ഇതിൽ നീ തലയിടേണ്ട ആവശ്യമില്ല. മിണ്ടാതെ പോവാൻ നോക്ക്. ഭൈരവി പക്ഷെ അതിനത്ര വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. അവൾ മുഖം തിരിച്ചു കളയാണ്. അപ്പോൾ മഹിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, നോക്ക് ഗിരീഷ്, ഇത് പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഇതിനകത്ത് നീ തലയിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് സ്നേഹയോട് അയാൾ പറയുന്നുണ്ട്, സ്നേഹ, നീ വേണമെങ്കിൽ ഹരിയുടെ ഫ്രണ്ട് ആയിരിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആവശ്യമില്ലാതെ വെറുതെ പ്രശ്നം വഷളാക്കരുത്. ഇവിടെ യാതൊരു കുഴപ്പവും ഇല്ല. അവിടെ വന്നിട്ട് നീ ആയിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. അതുകൊണ്ട് നീ ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. സ്നേഹ അയാളോട് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ അവൾക്ക് വല്ലാത്ത അപമാനം തോന്നുവാണ്. അപ്പോൾ മഹാലക്ഷ്മി സ്നേഹയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവൾ എങ്ങോട്ട് പോകണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അവൾ ഇവിടെ തന്നെ കാണും. അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാനുള്ള എല്ലാ അർഹതയുണ്ട്. ഈ വീട്ടിൽ ആരാണ് നിൽക്കേണ്ടതെന്നും ആരാണ് നിൽക്കാൻ പാടില്ലാത്തതെന്നൊക്കെ പറയാനുള്ള എല്ലാ അധികാരവും എൻ്റെ ഏട്ടത്തിക്ക് മാത്രമാണുള്ളത്. മഹി തിരിച്ചു പറയാണ്. അല്ലാതെ അത് ഇവിടെ മറ്റാർക്കും അധികാരമില്ല. അത് കേട്ടപ്പോ പുച്ഛത്തോടെ ലക്ഷ്മി പറയാണ്, ഇത്രയും നേരമായിട്ട് ഞാൻ കരുതുകയാണ് ഇതെന്താ ഏട്ടത്തിയെ കുറിച്ച് പുരാണം തുടങ്ങാത്തത് എന്ന്. നിങ്ങളുടെ ഏട്ടത്തി ചെയ്ത ഒരു വൃത്തികെട്ട കാര്യം കാരണമാണ് എൻ്റെ മകനിപ്പോൾ ജീവിതം തകർന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. അത് കേട്ട സമയത്ത് സിന്ധുവിനെ അർത്ഥമാക്കിക്കൊണ്ടാണല്ലോ പറയുന്നത്. അവൾ ആകെ അപമാനത്തോടെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി എൻ്റെ മകന്റെ ജീവിതത്തിൽ നിങ്ങൾ ആരും കുറുകെ വരേണ്ട ആവശ്യമില്ല. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. പക്ഷേ മഹി പ്രശ്നം കൂടുതൽ വഷളാക്കാതിരിക്കും
മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സിന്ധു, ഭൈരവി, നിങ്ങൾ രണ്ടുപേരും ഇപ്പോ അകത്തേക്ക് പോ. നിങ്ങളുടെ അമ്മ വന്നതിന് ശേഷം സംസാരിച്ചാൽ മതി. എന്ത്, അകത്ത് പോവാൻ വേണ്ടിട്ടോ? എന്റെ മരുമകളാവാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയെ കൈനീട്ടി അടിച്ചതിന് ശേഷം നിങ്ങൾ ഇവരോട് അകത്തേക്ക് കയറി പോകാനാണോ പറയുന്നത്? മഹാലക്ഷ്മി അയാൾക്ക് നേരെ തട്ടിക്കയറുവാണ്. അവള് സ്നേഹയുടെ കാലിൽ വീണിട്ട് ഇപ്പൊ തന്നെ മാപ്പ് ചോദിക്കണം. അത് കേട്ടപ്പോ സിന്ധുവും ഭൈരവി ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. സ്നേഹയുടെ പഠിപ്പ് എന്താ? അവളുടെ സ്റ്റാറ്റസ് എന്താ? 4ാം ക്ലാസ് പോലും പഠിക്കാത്ത ഇവള് അവളെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ മാത്രമായോ? അത് കേട്ടപ്പോ ഭൈരവിക്ക് തന്റെ ചേച്ചിയെ കുറിച്ച് അപമാനത്തോടെ പറയുന്നത് കേട്ട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അവളൊന്നും പറയുന്നില്ല. സിന്ധുവും അപമാനത്തോടെ നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലെ വേലക്കാരി ആവാൻ പോലും യോഗ്യതയില്ലാത്ത ഇവള് അവളെ പിടിച്ചു തള്ളുന്നത് നോക്കിയിട്ട് ഞാൻ വെറുതെ നിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? മഹാലക്ഷ്മി രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. സാരിയൊക്കെ എളിയിൽ കുത്തിയിട്ട് സിന്ധുവിനെ പോയി പിടിച്ചു തള്ളിയിട്ട് പറയാണ്, ഏയ് സിന്ധു, മര്യാദയ്ക്ക് പോയിട്ട് സ്നേഹയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്ക്. അപ്പോ സിന്ധുവിന് വേണ്ടിയിട്ട് ഭൈരവി സംസാരിക്കുകയാണ്. ഏയ്, അവള് സ്നേഹ ചെയ്ത കാര്യത്തിന് ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ സിന്ധുവിന്റെ കാലിൽ വീണിട്ട് അവളാണ് മാപ്പ് ചോദിക്കേണ്ടത്. ഏയ് ഭൈരവി, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. ഏയ്, നിന്നോട് ഞാനെന്തിനാണ് സംസാരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് നേരെ വീണ്ടും പോയിട്ട് സിന്ധുവിനോട് പറയാണ്, സിന്ധു, നിന്നോട് സ്നേഹയുടെ കാലിൽ വീഴാനാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും സിന്ധുവിനെ പിടിച്ചു തള്ളി സ്നേഹയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭൈരവി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് സിന്ധുവിനെ ഭീഷണിപ്പെടുത്താന്നാണോ കരുതിയത്? വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളെ ഇങ്ങനെയൊക്കെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിനുള്ള ശിക്ഷ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? ഹരി തിരിഞ്ഞ് ഭൈരവിയെ നോക്കുകയാണ്. കാരണം അവള് ലോ പോയിന്റ് അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തോടെ ഞങ്ങൾ അഴിയെണ്ണിക്കും. ഭൈരവി നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോ മഹാലക്ഷ്മിയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. ഓ, നീ കമ്പി എണ്ണിക്കാൻ പോവാണോ? ഓ, അങ്ങനെയാണോ? എങ്കിൽ നീ പോലീസിനെ ഫോൺ വിളിക്ക്, കാണട്ടെ. മഹാലക്ഷ്മി അവൾക്ക് നേരെ തട്ടിക്കയറുകയാണ്. അപ്പോഴേക്കും മഹിയാണെങ്കിൽ പ്രശ്നം വഷളാക്കണ്ടെന്ന് കരുതിയിട്ട് പറയുന്നുണ്ട്, ഭൈരവി, ഭൈരവി, മോളെ 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 നീ പ്രശ്നം വഷളാക്കല്ലേ. ഒന്ന് സമാധാനത്തോടെ നിൽക്കും മോളെ. നിന്റെ അമ്മായിയമ്മ ഇപ്പൊ വരും, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. കുടുംബ പ്രശ്നത്തിൽ ഒരിക്കലും നമ്മൾ പോലീസിന് ഇടപെടുത്തരുത് മോളെ. ഓ, അപ്പൊ പിന്നെ ഇവർക്ക് തോന്നിയതുപോലെ ഇവർ സംസാരിച്ചുകൊണ്ടേ നിൽക്കും, ഞങ്ങളത് കേട്ടുകൊണ്ടേ നിൽക്കണം എന്നാണോ? അതും പറഞ്ഞിട്ട് ഭൈരവി നേരെ സിന്ധുവിന്റെ അടുത്തേക്ക് പോവാണ്. ഏയ് സിന്ധു, നീ വാ, അകത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോ മഹാലക്ഷ്മി ആണെങ്കിൽ വിടുന്നില്ല. സിന്ധുവിനെ പിടിച്ചു വെച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, നിന്നോട് മര്യാദയ്ക്ക് സ്നേഹയുടെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിച്ചിട്ട് പോവാനാ പറഞ്ഞത്. സിന്ധു ചെറിയൊരു ഭയത്തോടു കൂടി മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. പക്ഷെ അവളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സ്നേഹയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ദമയന്തി ഈ വീട്ടിലുണ്ട് എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പക്ഷെ ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പോ സ്നേഹയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ നിനക്ക് ഈ വീടിന്റെ പടി ചവിട്ടാൻ സാധിക്കില്ല. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് ദമയന്തിയും കാർത്തികേയനും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവര് ദേഷ്യത്തോടെ വിളിക്കുകയാണ്, ലക്ഷ്മി. പെട്ടെന്ന് അവരവിടെ കണ്ടപ്പോൾ മഹാലക്ഷ്മി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. മഹാലക്ഷ്മിയുടെ മുഖത്ത് ഭയന്ന് വിരണ്ട ഒരു അവസ്ഥയാണെങ്കിൽ മഹിയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. തന്റെ ഏട്ടത്തിയമ്മ വന്നു, ഇനി എന്തായാലും പ്രശ്നം എന്തായാലും കൂടുതൽ വഷളാവില്ല എന്നൊരു പ്രതീക്ഷ അയാൾക്കുണ്ടായിരുന്നു. എല്ലാവരെയും നോക്കിക്കൊണ്ട് ദമയന്തി നേരെ വന്നിട്ട് മഹാലക്ഷ്മിയോടാണ് ചോദിക്കുന്നത്, ഇവിടെ എന്താ പ്രശ്നം നടക്കുന്നത്? എന്തിനാണ് സ്നേഹയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് സിന്ധുവിനോട് പറഞ്ഞത്? പക്ഷേ മഹാലക്ഷ്മിയുടെ മുഖത്ത് നല്ല ദേഷ്യമായിരുന്നു. ദമയന്തിയോടുള്ള ആ ഒരു ബഹുമാനക്കുറവ് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് സിന്ധുവിനോടാണ് പിന്നീട് ദമയന്തി ചോദിക്കുന്നത്, സിന്ധു, എന്താ പ്രശ്നം? സ്നേഹ എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്? അപ്പോ സിന്ധു കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ, ഡോക്ടർക്ക് പനിക്കുന്നത് കാരണം മഹാലക്ഷ്മി അമ്മയാണ് സ്നേഹയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അങ്ങനെ സ്നേഹ വന്നത് മുതൽ സ്നേഹ ഹരിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അവളെ പിടിച്ച് തല്ലിയതും പുറത്താക്കിയതും വരെയുള്ള കാര്യങ്ങളൊക്കെ സിന്ധു വിശദീകരിച്ച് വിവരിച്ചിട്ട് ദമയന്തിയോടും കാർത്തികേയനോടും പറയാണ്. എല്ലാം കേട്ടതിന് ശേഷം മഹാലക്ഷ്മിയോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് സ്നേഹയെ നീ വീട്ടിലേക്ക് വിളിച്ചത്? ആദ്യം അതിന് മറുപടി പറയാനൊന്നും മഹാലക്ഷ്മി കൂട്ടാക്കുന്നില്ല. വീണ്ടും അവർ ആ ചോദ്യം ആവർത്തിച്ചപ്പോ കാര്യം പറയുന്നുണ്ട്, ഹരിക്ക് സുഖയില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്നേഹയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഹരിക്ക് സുഖയില്ലെങ്കിൽ എന്തിനാണ് സ്നേഹയെ തന്നെ വിളിച്ചു വരുത്തുന്നത്? വേറെ എത്ര ഡോക്ടർമാരുണ്ട്? അത് കേട്ടപ്പോ അവരുടെ തീരുമാനം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് സ്നേഹയും ഹരിയും എല്ലാവരും നിൽക്കുന്നത്. അപ്പോ ദമയന്തി ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നോക്ക് മഹാലക്ഷ്മി, സിന്ധു ഇപ്പോ ഹരിയുടെ ഭാര്യയായി കഴിഞ്ഞു. ഇനി അതിനുശേഷവും സ്നേഹയെ നീ ഹരിയുടെ ഭാര്യയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ വിഡിത്തം മറ്റൊന്നുമില്ല. പക്ഷേ മഹാലക്ഷ്മിക്ക് അതൊന്നും തീരെ യേശുന്നുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ അപ്പോഴും സ്നേഹ തന്നെയാണ് മരുമകള്. തീർച്ചയായിട്ടും അവർ സിന്ധുവിനെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നുള്ള ഉറപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്നേഹയാണെങ്കിൽ ആകെ താൻ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവള് ചുറ്റിലും നോക്കുവാണ്. ആ സമയത്ത് ദമയന്തി പറയുന്നുണ്ട്, സ്നേഹ, നീ പഠിച്ചൊരു പെൺകുട്ടിയാണ്, നിനക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം നന്നായിട്ട് മനസ്സിലാവും. നിന്റെ ഫ്രണ്ട് ഹരിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞു.
അത് കേട്ട സമയത്ത് സിന്ധുവിനെ നോക്കുകയാണ് സ്നേഹ. ഇനി നീ ഹരിയെ മറന്നിട്ട് മറ്റൊരു വിവാഹ ജീവിതമായിട്ട് മുന്നോട്ട് പോവേണ്ടതാണ്. മഹാലക്ഷ്മി, നീയാണ് ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരേണ്ടവൾ എന്ന് പറയുന്നത് കേട്ടിട്ട് നീ തന്നെ ബുദ്ധിയില്ലാതെ ഇതുപോലുള്ള തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇനി മേലിൽ സിന്ധുവിന്റെയും ഹരിയുടെയും ജീവിതത്തിനിടയിലേക്ക് നീ കയറി വരാൻ പാടില്ല. അത് കേട്ടപ്പോൾ സ്നേഹ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കൂടുതലായിട്ടൊന്നും പറയാതെ നേരെ ഹരിയുടെ അടുത്തേക്ക് പോയിട്ട് ദമയന്തി പറയുന്നുണ്ട്, ഹരി, നീ എന്റെ മകനാണ്. ഏതൊരവസ്ഥയിലും നീ തെറ്റായിട്ട് നടക്കില്ല എന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. സ്നേഹ നിന്നോട് തെറ്റായിട്ട് പെരുമാറിയ സമയത്ത് സിന്ധു സ്നേഹയെ അടിച്ചതിന് പകരം നീയായിരുന്നു സ്നേഹയെ അടിക്കേണ്ടിയിരുന്നത്. നീ അവളെ അടിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നുമായിരുന്നു. നിന്റെ സുഹൃത്ത് സ്നേഹയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോവാൻ വേണ്ടി പറയണം. ഇനി മേലിൽ നിന്റെ സുഹൃത്ത് സ്നേഹ ഈ വീട്ടിൽ വരാൻ പാടില്ല. വല്ലാത്ത അപമാനത്തോടു കൂടിയാണ് സ്നേഹ നിൽക്കുന്നത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ചിട്ട് സ്നേഹ ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സിന്ധു ചെയ്ത കാര്യം തന്നെയായിരിക്കും ഞാനും ചെയ്യുക. അത് കേട്ട് സ്നേഹ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പക്ഷെ മഹാലക്ഷ്മിക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹരിക്കും അത് കേട്ടപ്പോൾ ഷോക്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ സിന്ധുവിന് ഒത്തിരി സന്തോഷമായി. ശേഷം വീണ്ടും സ്നേഹയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, സ്നേഹ, നിനക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഒരു തവണ കൂടി നീ സിന്ധുവിന്റെ ജീവിതത്തിലേക്ക് അവൾ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് എന്നെ മറികടന്നുകൊണ്ട് മാത്രമായിരിക്കും സാധിക്കുള്ളൂ. ആദ്യം നീ ഇവിടെ നിന്നും പുറത്തു പോവാൻ നോക്ക്. അപ്പോ സ്നേഹ പറയുന്നുണ്ട്, സിന്ധു പറഞ്ഞ ഒരു കള്ളം വിശ്വസിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? പക്ഷെ ഒരു ദിവസം സിന്ധു പറഞ്ഞത് കള്ളമാണെന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും. പക്ഷെ അന്ന് സിന്ധു മാത്രമല്ല, നിങ്ങളും സിന്ധുവിനൊപ്പം ചേർന്നിട്ട് തലകുനിഞ്ഞ് എല്ലാവർക്കും മുൻപിൽ നിൽക്കേണ്ടി വരും. ദമയന്തിയോടായിട്ടാണ് സ്നേഹ പറയുന്നത്. സിന്ധുവിന് അത് കേട്ടപ്പോൾ ചെറുതല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. കാരണം കള്ളത്തരത്തിലൂടെ കൂടെയാണ് അവൾ ഹരിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭൈരവിക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. തന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്യില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു. സിന്ധുവിന്റെ കള്ളത്തരം ഞങ്ങൾ തെളിയിക്കാൻ ഇനിയും ഒരുപാട് നാളുകളുടെ ആവശ്യമൊന്നുമില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. ഒരു കാലത്തും സിന്ധുവും ഹരിയും ഒന്നിച്ചു ജീവിക്കില്ല. ഹരി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കൊപ്പം മാത്രമായിരിക്കും. അത് കേട്ടപ്പോൾ സിന്ധു ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ദമയന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് സ്നേഹ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. സ്നേഹയുടെ വെല്ലുവിളി കേൾക്കുമ്പോൾ സിന്ധുവിന് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ദമയന്തി ആണെങ്കിൽ അതൊന്നും വലിയ മുഖവിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. സിന്ധുവിനെ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എനിക്ക് ചെറുതല്ലാത്തൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു സ്നേഹയുടെ സംസാരം കേട്ടപ്പോൾ. കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കാതെ നല്ല ദേഷ്യത്തോടു കൂടിയാണ് സ്നേഹ അവിടെ നിന്നും പോകുന്നത്. അവൾ പോയതിനു ശേഷം ദമയന്തി നേരെ വന്നിട്ട് ഹരിയോട് ചോദിക്കുകയാണ്, ഹരി, എന്തൊക്കെയാണ് സ്നേഹ ഈ പറഞ്ഞിട്ട് പോയത്? നിന്റെ വല്യമ്മയായ ഞാൻ പറയാണ്, ഇനി നിന്റെ ജീവിതത്തിൽ സിന്ധു മാത്രമേ ഉള്ളൂ. അതെല്ലാം നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നീ മാറ്റിക്കളഞ്ഞേക്ക്. സിന്ധു ആണ് ഈ വീടിന്റെ മരുമകള്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് വെറുതെ നീ നിന്റെ മനസ്സിന് ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട. അതിനുശേഷം നേരെ പോയിട്ട് സിന്ധുവിനോടും ഭൈരവിയോടായിട്ട് പറയാണ്, സിന്ധു, ഭൈരവി, രണ്ടുപേരും അകത്തേക്ക് വാ. നേരെ അവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ദമയന്തി അകത്തേക്ക് പോവാണ്. അവർക്ക് പിന്നാലെ കാർത്തികേയനും മഹിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐശു ആണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ അമ്മ ഈ വല്യമ്മ പറഞ്ഞിട്ട് പോയത്? അപ്പൊ മഹാലക്ഷ്മി നേരെ ഹരിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഹരി, കേട്ടില്ലേടാ, നിന്റെ വല്യമ്മ എന്താ പറഞ്ഞിട്ട് പോയെന്ന് നീ കേട്ടില്ലേ? കണ്ടവളുടെ വാക്ക് കേട്ട് എന്ന്. എടാ, ഞാൻ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാടാ. എന്നിട്ട് നീയാണെങ്കിൽ അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുവാണോ? ഹരി എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ശില പോലെ നിൽക്കുകയാണ്. അവർക്ക് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ കരഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എന്റെ അമ്മയുടെ സംസാരമാണ് കേൾക്കുന്നത് എന്ന് നീ വാ തുറന്ന് പറയാത്തത് കൊണ്ടാണിടാ എല്ലായ്പ്പോഴും ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പോകുന്നത്. എന്തിനാ ഹരി നീ ഇങ്ങനെ അവരെ പേടിച്ച് ജീവിക്കുന്നത്? നീ വലിയ ഡോക്ടറല്ലേ? നീ വിചാരിച്ച ഒരു വീട് വാങ്ങിക്കാൻ സാധിക്കില്ലേ? വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കില്ലേ? പക്ഷേ ഹരി ഒന്നും മറുപടി പറയാതെ അവിടുന്ന് ശില പോലെ തന്നെ അകത്തേക്ക് പോവാണ്. അവനവന്റെ വല്യമ്മയെ ധിക്കരിച്ചുകൊണ്ടോ അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അമ്മയോട് മറുത്തു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൻ പോയ സമയത്ത് പിന്നിൽ നിന്ന് ഐഷുവും ഗിരീഷും വിളിക്കുന്നുണ്ട് ഹരിയെ. പക്ഷെ അവൻ മൈൻഡാക്കാതെയാണ് പോകുന്നത്. മഹാലക്ഷ്മിക്ക് വരാത്ത സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുവാണ്. അപ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇവൻ ഇങ്ങനെ? ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെയല്ലേ പോയത്? ഈ ലോകത്തില് ഒരമ്മയ്ക്ക് ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ വരാൻ പാടില്ലടാ. സിന്ധുവിൽ നിന്നും ഹരിയെ വേർപിരിക്കുന്നതിന് മുമ്പ് ആദ്യം ദമയന്തിയിൽ നിന്നും ഹരിയെ നീ അകറ്റണം. അപ്പോഴേ അവൻ നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. അതേസമയം അകത്ത് ഭൈരവിയോടും സിന്ധുവിനോടും സംസാരിക്കുകയാണ് ദമയന്തി. സിന്ധു, ഭൈരവി, ഞാനിവിടെ ഇല്ലാത്തപ്പോ ഒരുപക്ഷെ മഹാലക്ഷ്മി നിങ്ങളോട് മോശമായിട്ടോ അല്ലെങ്കിൽ ധിക്കാരത്തോടു കൂടിയോ സംസാരിച്ചേക്കാം. അത് കേട്ട് നിങ്ങൾ ധൃതിപ്പെട്ട് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരുമാണ് ഈ വീട്ടിന്റെ മരുമക്കൾ. അതിനി ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. മഹാലക്ഷ്മി നിങ്ങളോട് ദേഷ്യത്തോടെ സംസാരിച്ചതിന് അവൾക്ക് പകരം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം എന്നും പറഞ്ഞിട്ട് അവർ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നോട് മാപ്പാക്കണം. അത് കേട്ടപ്പോൾ ഭൈരവിക്ക് സിന്ധുവിന് വല്ലാത്ത മനപ്രയാസം തോന്നുവാണ്.
മാത്രമല്ല സിന്ധു ആണെങ്കിൽ അവരുടെ കൈകൂപ്പി നിൽക്കുന്ന കൈ വേഗം മാറ്റിയിട്ട് പറയാണ്, മഹാലക്ഷ്മി അമ്മ അങ്ങനെ ചെയ്തതിന് അമ്മ എന്തിനാ ഞങ്ങളോട് മാപ്പ് പറയുന്നത്? അപ്പോൾ ദമയന്തി പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ മഹാലക്ഷ്മിയെ മാത്രമായിരുന്നു ഭയം. അപ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്, ഞാൻ ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ 2 മക്കൾക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന്. നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് എനിക്ക് അവസാനം വരെ നിറവേറ്റണം. എന്നെ മറികടന്ന് നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശരി, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് 2 പേരോട് അകത്തേക്ക് കയറി പോവാൻ പറയണം. അവർ വേഗം അകത്തേക്ക് പോകുന്നുണ്ട്. അവർ പോയെങ്കിലും ദമയന്തിയുടെ വിഷമം മാറിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളോട് മഹാലക്ഷ്മി ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ദയവ് ചെയ്ത് നീ നിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. കുടുംബം എന്നാൽ ക്ഷേത്രം പോലെ അത് കലാപഭൂമിയാക്കാൻ പാടില്ല. ശരി ഏട്ടത്തി, അവൾ അങ്ങനെ പെരുമാറിയത് ഞാൻ ഏട്ടത്തിയോട് മാപ്പ് ചോദിക്കാം. അങ്ങനെയല്ല അനിയ, നിനക്ക് മഹാലക്ഷ്മിയെ കല്യാണം ചെയ്തു തന്നത് തന്നെ ഞാനല്ലേ? എല്ലാ തെറ്റിനും ഞാൻ തന്നെയാണ് കാരണം. രാത്രി ആയപ്പോഴാണ് സ്നേഹ അവളുടെ വീട്ടിലെത്തുന്നത്. അവളുടെ ഡാഡി എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് വന്നിട്ട് സെറ്റിലിരുന്നുകൊണ്ട് സ്നേഹക്കാരി അവളുടെ ഡാഡിയോട് പറയാണ്, ആ സിന്ധു എന്നെ അടിച്ചു. എന്ത്? സിന്ധു നിന്നെ അടിച്ചെന്നോ? എന്താ കാര്യം? അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്നേഹയും ഡാഡിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹരിയുടെ വീട്ടിലേക്ക് ചെന്നതും അവന് പനിക്കുന്ന സമയത്ത് അവന്റെ അടുത്ത് കൂട്ടിയിരുന്നതും അവസാനം അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച സമയത്ത് സിന്ധു അത് കണ്ട് കയറി വന്നതും അവള് സ്നേഹയെ പിടിച്ച് തല്ലിയതും പിന്നീട് അവളെ പിടിച്ച് പുറത്താക്കിയതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ദമയന്തിയോട് പറയുന്ന സമയത്ത് ദമയന്തി ആണെങ്കിൽ സിന്ധുവിനെ സപ്പോർട്ട് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡാഡിയോട് പറയാണ്. ബ്ലഡി റാസ്കൽ, നീ ഹരിയെ തൊട്ടതിന് അവൾക്ക് എന്താ പ്രശ്നം? നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവള് ഹരിയെ മോഷ്ടിച്ചത് പോരാഞ്ഞി നീ ഇപ്പോൾ ഹരിയെ തൊടുന്നത് അവൾക്ക് വലിയ പ്രശ്നമാണ് അല്ലെ? സ്നേഹ, സിന്ധു ഇത്രയും അധികാരത്തോടും അഹങ്കാരത്തോടും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ ദമയന്തിയാണ് കാരണം. ആ ദമയന്തി അവൾക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവുമാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ സ്നേഹയും തലയാട്ടുമാണ്. സ്നേഹ, നീ ഈ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ആ സിന്ധു വേദന അനുഭവിക്കണം മോളെ. നിന്റെ ഓരോ കണ്ണുനീരിനും അവള് വില പറഞ്ഞേ പറ്റൂ. ആ സിന്ധുവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ അവൾ ദ്രോഹിച്ചതിന് പകരമായിട്ട് അവളെ എത്രത്തോളം ദ്രോഹിക്കാം അത്രയും ഞാൻ ചെയ്തിരിക്കും. എന്തിനായിരിക്കും ഞാൻ ഇവരുടെ ജീവിതത്തിനിടയിലേക്ക് കയറിപ്പോയത് എന്ന് ആലോചിച്ച് ഓരോ നിമിഷവും അവള് തന്നെ വേദനിക്കുന്ന രീതി ഞാൻ അവളെ കൊണ്ട് എത്തിക്കും. നീ വിഷമിക്കല്ലേടാ മോളെ, നിന്റെ ഡാഡി നിനക്കൊപ്പം തന്നെയുണ്ട്. ഡാഡി, ദയവ് ചെയ്ത് ആ സിന്ധുവിനെ എന്തെങ്കിലും ചെയ്യ് ഡാഡി. ഇനി അങ്ങോട്ട് എനിക്ക് ക്ഷമിക്കാനാവുമെന്ന് തോന്നുന്നില്ല. എന്റെ ജീവിതം നശിപ്പിച്ചതും പോരാഞ്ഞ് എന്നെ എല്ലാവർക്കും മുന്നിൽ അപമാനിച്ച് നാണം കെടുത്തി കളയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ് ഡാഡി. അവള് ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്ക് അവളുടെ ഡാഡി മനസ്സിൽ സിന്ധുവിനെതിരായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.